വ്യത്യസ്തമായിട്ട് ഇന്ന് നിങ്ങൾ നോട്ട്ബുക്കും പേനയും ഒക്കെ ആയി റെഡിയായിരിക്കണം. നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഈ ക്ലാസ്സിൽ ആൻസർ ചെയ്യാനുണ്ട്. അതിനെല്ലാവരും തയ്യാറായിരിക്കണം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ബേസ് ക്വാണ്ടിറ്റീസ് ഓർ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് എല്ലാവർക്കും ഓർമ്മയുണ്ടാവുമല്ലോ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ് there are 7 base quantities or 7 fundamental quantities. ഈ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിനെ നമ്മൾ പറയുന്നത് 7 ഡയമെൻഷൻസ് ഓഫ് ദ ഫിസിക്കൽ വേൾഡ് എന്നാണ്. ഫിസിക്കൽ വേൾഡിന്റെ 7 ഡയമെൻഷൻസ് ആണ് ഈ 7 ബേസ് ക്വാണ്ടിറ്റീസ് അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്. അങ്ങനെ പറയുന്നതിന്റെ റീസൺ ഈ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിന്റെ കോമ്പിനേഷൻസ് ആണ് ബാക്കി ഫിസിക്കൽ വേൾഡിലുള്ള മുഴുവൻ ക്വാണ്ടിറ്റീസും. അതുകൊണ്ടാണ് നമ്മൾ അതിനെ 7 ഡയമെൻഷൻസ് ഓഫ് ദ ഫിസിക്കൽ വേൾഡ് എന്ന് പറയുന്നത്. നമുക്കറിയാം, ആദ്യം നമ്മൾ കണ്ട ബേസ് ക്വാണ്ടിറ്റി ലെങ്ത് ആണ്. Length has a dimension L, mass has a dimension m, time has dimensions t, electric current has dimensions A, thermodynamic temperature has dimensions of K, luminous intensity has a dimension of CD, and finally, amount of substance has dimensions of mole. ഇത്രയും ഡയമെൻഷൻസ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ മറ്റ് ക്വാണ്ടിറ്റീസിനെ ഡിറൈവ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് വളരെ സിമ്പിൾ ആയ ഒരു എക്സാമ്പിൾ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഏരിയ എല്ലാവർക്കും അറിയാവുന്ന ക്വാണ്ടിറ്റിയാണ്. ഏരിയ, പരപ്പളവ് എന്ന് പറഞ്ഞ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഏരിയ. അപ്പൊ ഞാനിവിടെ ചെയ്യാൻ പോകുന്നത്, എനിക്കൊരു ക്വാണ്ടിറ്റി കിട്ടുമ്പോൾ, ഒരു ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി കിട്ടുമ്പോൾ, ആ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിയെ ഞാൻ ബേസ് ക്വാണ്ടിറ്റീസിലേക്ക് മാറ്റിയിരുന്നു. അല്ലെങ്കിൽ ബേസ് ക്വാണ്ടിറ്റീസിന്റെ കോമ്പിനേഷൻ ആയിട്ട് ഞാൻ ആ ക്വാണ്ടിറ്റിയെ റെപ്രസെന്റ് ചെയ്യാൻ ശ്രമിക്കും. അപ്പൊ ഏരിയ നമുക്ക് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എന്നെഴുതാം. ഈ ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാലും ആക്ച്വലി അതൊരു ലെങ്ത് തന്നെയല്ലേ. അപ്പൊ ഏരിയ നമുക്ക് ഒന്നുകൂടി ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് എഴുതാം. ഏരിയ ഈക്വൽസ് ലെങ്ത് ഇൻറ്റു ലെങ്ത്. ഓർ സ്ക്രീനിലേക്ക് കാണുക, ഡയമെൻഷൻസ് ഓഫ് ഏരിയ ഈക്വൽസ് എൽ ഇൻറ്റു എൽ, ഓർ ഡയമെൻഷൻസ് ഓഫ് ഏരിയ ഈസ് എൽ സ്ക്വയർ. ഈ എൽ സ്ക്വയറിനെ നമുക്ക് എം റൈസ് ടു 0 എൽ സ്ക്വയർ ടി റൈസ് ടു 0 എന്ന ഫോമിൽ എഴുതാമല്ലോ. അപ്പൊ ഇപ്പോ കിട്ടിയിരിക്കുന്ന ഈ എം റൈസ് ടു 0 എൽ സ്ക്വയർ ടി റൈസ് ടു 0 എന്ന് നമ്മൾ പറയുന്ന പേര് ഏരിയയുടെ ഡയമെൻഷണൽ ഫോർമുല എന്നാണ്. ഈ ഡയമെൻഷണൽ ഫോർമുലയിൽ 3 പവേഴ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും. എമ്മിന്റെയും എല്ലിന്റെയും ടിയുടെയും 3 പവേഴ്സ് കാണാം. ഏതൊക്കെയാ പവേഴ്സ് നോക്കി? എമ്മിന്റെ പവർ 0 ആണ്, എല്ലിന്റെ പവർ 2 ആണ്, ടിയുടെ പവർ 0 ആണ്. ഈ 3 പവേഴ്സിനെ നമ്മൾ പറയുന്ന പേരാണ് ഏരിയയുടെ ഡയമെൻഷൻസ് എന്ന്. അപ്പൊ നമുക്ക് പറയാം, ഏരിയ ഹാസ് 0 ഡയമെൻഷൻസ് ഇൻ മാസ്, 2 ഡയമെൻഷൻസ് ഇൻ ലെങ്ത് ആൻഡ് 0 ഡയമെൻഷൻസ് ഇൻ ടി. ഇങ്ങനെയാണ് നമ്മൾ ഡയമെൻഷൻസ് റെപ്രസെന്റ് ചെയ്യുക. ഇനി ഡയമെൻഷൻസ് ഓഫ് ഏരിയ ഈക്വൽസ് എം റൈസ് ടു 0 എൽ സ്ക്വയർ ടി റൈസ് ടു 0 എന്നൊരു ഇക്വേഷന്റെ ഫോമിലേക്ക് നമ്മൾ എഴുതുമ്പോൾ അതിനെ നമ്മളൊരു ഡയമെൻഷണൽ ഇക്വേഷൻ എന്നും പറയും. അപ്പൊ 3 കാര്യങ്ങളാണ് നമ്മളിവിടെ കണ്ടത്. ഡയമെൻഷൻസ് എന്താണ്, ഡയമെൻഷണൽ ഫോർമുല എന്താണ്, ഡയമെൻഷണൽ ഇക്വേഷൻ എന്താണ്. സോ ദ ഡയമെൻഷൻസ് ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി ആർ ദ പവേഴ്സ് ടു വിച്ച് ദ ബേസ് ക്വാണ്ടിറ്റീസ് ആർ റൈസ്ഡ് ടു റെപ്രസെന്റ് ദാറ്റ് ക്വാണ്ടിറ്റി. ഒരു ക്വാണ്ടിറ്റിയെ റെപ്രസെന്റ് ചെയ്യാൻ ബേസ് ക്വാണ്ടിറ്റിയെ ഏതൊക്കെ പവേഴ്സിലേക്കാണോ നമ്മൾ റൈസ് ചെയ്യേണ്ടത്, ആ പവേഴ്സിനെയാണ് ആ പർട്ടിക്കുലർ ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷൻസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഈ ഫിസിക്കൽ വേൾഡിലുള്ള ഒത്തിരി ക്വാണ്ടിറ്റീസ് നമ്മൾ കൺസിഡർ ചെയ്യും. ഈ ഓരോ ക്വാണ്ടിറ്റിയുടെയും ഡയമെൻഷൻസ് കണ്ടെത്തിയിട്ട് ഒരു ഡയമെൻഷണൽ ഫോർമുലയാക്കി എഴുതുക എന്നുള്ളതാണ് ഇനി നമ്മുടെ ജോലി. അപ്പൊ എന്നോടൊപ്പം നിങ്ങൾ കൂടി ചെയ്യണം. ഇപ്പോൾ നിങ്ങൾ ഒരു ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷണൽ ഫോർമുല കണ്ടെത്തി കാണും, അത് ഏരിയയാണ്. ആ റിസൾട്ട് കൂടി ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ ഇനി കൂടുതൽ ക്വാണ്ടിറ്റീസിലേക്ക് പോകുന്നു. ഇനി നമ്മൾ കൺസിഡർ ചെയ്യുന്ന ക്വാണ്ടിറ്റി വോളിയമാണ്. ഉള്ളളവെന്നോ വ്യാപ്തമോ എന്ന പേരിലോ ഒക്കെ നിങ്ങൾ ഇത് പരിചയപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ വോളിയത്തിന്റെ ഡയമെൻഷണൽ ഫോർമുലയിലേക്ക് നമുക്ക് എത്തണം. ആദ്യം നമുക്ക് വോളിയത്തിന് ഒരു ഫോർമുല എഴുതാം. വോളിയം ഈക്വൽസ് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. ഇതിൽ ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാലും ഹൈറ്റ് എന്ന് പറഞ്ഞാലും ഒരർത്ഥത്തിൽ ലെങ്ത് തന്നെയാണല്ലോ. സോ നമുക്ക് ഈ ഇക്വേഷൻ ഒന്ന് മോഡിഫൈ ചെയ്ത് എഴുതാം. എന്നോടൊപ്പം നിങ്ങൾ എഴുതിക്കോളൂ. വോളിയം ഈക്വൽസ് ലെങ്ത് ഇൻറ്റു
ലെങ്ത് ഇൻറ്റു ലെങ്ത്. എഴുതി. Dimensions of volume is L into L into L. So dimensions of volume equals L cube. ഇവിടെ നമുക്ക് പറയാം volume has 0 dimensions in M, 3 dimensions of length and 0 dimensions of T. So the dimensional formula of volume is M raised to 0, L cube, T raised to 0. As a dimensional equation, we can write dimensions of volume equals L cube. ഇങ്ങനെയാണ് നമ്മളൊരു ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. ക്ലിയർ അല്ലേ ഈ പറഞ്ഞത്? ഇതുപോലെ നമുക്ക് ഒത്തിരി ക്വാണ്ടിറ്റീസിന് ചെയ്യാം. സ്പീഡിൽ എന്നോടൊപ്പം ചെയ്തു വരണം. നെക്സ്റ്റ് ക്വാണ്ടിറ്റി ഡെൻസിറ്റി, സാന്ദ്രത. ഡെൻസിറ്റിയുടെ ഇക്വേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഡെൻസിറ്റി ഈക്വൽസ് മാസ് ഡിവൈഡഡ് ബൈ വോളിയം. ഇനി ഡെൻസിറ്റിയുടെ ഇക്വേഷൻ അറിയില്ല എന്ന് കരുതി അതൊരു വലിയ പ്രശ്നമൊന്നുമല്ല. ഇപ്പോൾ നിങ്ങൾ എഴുതി വെക്കൂ. ഇക്വേഷൻ ഫോർ ഡെൻസിറ്റി ഈസ് ഡെൻസിറ്റി ഈക്വൽസ് മാസ് ഡിവൈഡഡ് ബൈ വോളിയം. സോ എന്തായിരിക്കും ഡയമെൻഷൻസ് ഓഫ് ഡെൻസിറ്റി? എം ഡിവൈഡഡ് ബൈ വോളിയത്തിന്റെ ഡയമെൻഷൻസ് നമ്മളിപ്പോൾ കണ്ടതാണ്, എൽ ക്യൂബ്. സോ ഡയമെൻഷൻസ് ഓഫ് ഡെൻസിറ്റി ഈക്വൽസ് എം ഡിവൈഡഡ് ബൈ എൽ ക്യൂബ്. Or dimensions of density equals m L raised to minus 3. ഇതാണ് ഡെൻസിറ്റിയുടെ ഡയമെൻഷൻ. ക്ലിയർ അല്ലേ? എല്ലാവർക്കും മനസ്സിലായില്ലേ എന്താ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം മനസ്സിലായല്ലോ? ഇതിൽ നിങ്ങൾക്ക് വരാൻ പോകുന്ന ഒരു ചെറിയ ബുദ്ധിമുട്ട് ഒരു പക്ഷേ ഈ ഇക്വേഷൻ അറിയില്ല എന്നുള്ളതായിരിക്കും. ഇപ്പോൾ അതിനെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ വിഷമിക്കുകയേ വേണ്ട. ഈ ക്വാണ്ടിറ്റിയുടെ ഇക്വേഷൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. ആ ഇക്വേഷനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു ഡയമെൻഷണൽ ഫോർമുലയിലേക്ക് നിങ്ങൾ എത്തിയാൽ മാത്രം മതിയാകും. അടുത്ത ക്വാണ്ടിറ്റി ചെയ്യാം. റിലേറ്റീവ് ഡെൻസിറ്റി, ആപേക്ഷിക സാന്ദ്രത എന്നാണ് നിങ്ങൾ മലയാളത്തിൽ ഇതിനെ പഠിച്ചിട്ടുള്ളത്. റിലേറ്റീവ് ഡെൻസിറ്റി. റിലേറ്റീവ് ഡെൻസിറ്റി അറിയാത്തവർക്ക് ഞാൻ റിലേറ്റീവ് ഡെൻസിറ്റിയുടെ ഇക്വേഷൻ തരാം. എഴുതിക്കോളൂ. റിലേറ്റീവ് ഡെൻസിറ്റി ഈക്വൽസ് ഡെൻസിറ്റി ഓഫ് സബ്സ്റ്റൻസ് ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ. ഒരു സബ്സ്റ്റൻസ് വാട്ടറിന്റെ ഡെൻസിറ്റിയെക്കാളും എത്ര മടങ്ങ് ഡെൻസർ ആണ് എന്ന് പറയുന്ന ഒരു നമ്പറിനെയാണ് നമ്മൾ റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. തൽക്കാലം നമ്മൾ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. നമുക്ക് അതിന്റെ ഡയമെൻഷൻസിലേക്ക് മാത്രം ഒതുങ്ങി നിൽക്കാം. സോ റിലേറ്റീവ് ഡെൻസിറ്റി ഈക്വൽസ് ഡെൻസിറ്റി ഓഫ് സബ്സ്റ്റൻസ് ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ. ന്യൂമറേറ്ററിലെയും ഡിനോമിനേറ്ററിലെയും ഡയമെൻഷൻസ് കൊടുത്തു നോക്കൂ. എന്താ കിട്ടുന്നത് നോക്കി. എം എൽ റൈസ് ടു മൈനസ് 3 ഡിവൈഡഡ് ബൈ എം എൽ റൈസ് ടു മൈനസ് 3. അത് ക്യാൻസൽ ചെയ്യുമല്ലോ. ക്യാൻസൽ ചെയ്തിട്ട് യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് 1. 1 മീൻസ് എം റൈസ് ടു 0, എൽ റൈസ് ടു 0, T raised to 0. That means relative density has no dimensions in M, L and T. അതുകൊണ്ട് നമുക്ക് പറയാം റിലേറ്റീവ് ഡെൻസിറ്റി ഈസ് എ ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി. ഡയമെൻഷൻലെസ് ആയിട്ട് ഇനിയും നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ക്വാണ്ടിറ്റീസ് കിട്ടും. ആ കിട്ടുന്ന ക്വാണ്ടിറ്റീസ് ഓർത്തു വയ്ക്കുക. ആദ്യം നമ്മൾ പറഞ്ഞ ഡയമെൻഷൻലെസ് ആയ ക്വാണ്ടിറ്റി റിലേറ്റീവ് ഡെൻസിറ്റി ആണ്. ചെയ്തു. എനിക്ക് അടുത്ത ക്വാണ്ടിറ്റിയിലേക്ക് പോകാമല്ലോ. നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു ക്വാണ്ടിറ്റിയാണ് ഞാൻ ഇനി പറയുന്നത്, സ്പീഡ്. ചെയ്തു നോക്കി, നിങ്ങൾ തനിയെ ചെയ്തു നോക്കൂ. എന്താ സ്പീഡിന്റെ ഇക്വേഷൻ? എന്താ? ഡിസ്റ്റൻസ് ബൈ ടൈം. സിംപ്ലിഫൈ ചെയ്ത് നോക്കൂ. ഡിസ്റ്റൻസിന് പകരം ഏതെങ്കിലും ബേസ് ക്വാണ്ടിറ്റി എഴുതാൻ പറ്റുമോ? സോ സ്പീഡ് ബിക്കംസ് ലെങ്ത് ബൈ ടൈം. സോ ഡയമെൻഷൻസ് ഓഫ് സ്പീഡ് ഈക്വൽസ് L by T, or dimensions of speed equals L T raised to minus 1. കിട്ടിയോ? എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവുമല്ലോ. നമുക്ക് ഇതുപോലെയുള്ള ഒരു അടുത്ത ക്വാണ്ടിറ്റി നോക്കാം. വെലോസിറ്റി. വെലോസിറ്റിയുടെ ഇക്വേഷൻ എല്ലാവർക്കും അറിയാം. വെലോസിറ്റി ഈക്വൽസ് ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. Instead of displacement you can write length. So velocity equals length by time. Velocity is equal to length. So dimensions of velocity is L by T. Again you are getting L T raised to minus 1. ഇപ്പോൾ അവസാനം നമ്മൾ ചെയ്ത രണ്ട് ക്വാണ്ടിറ്റീസിന്റെ ഡയമെൻഷൻസ് ഒന്ന് നോക്കി. എന്തെങ്കിലും സിമിലാരിറ്റി കാണുന്നുണ്ടോ എന്ന് നോക്ക്. അതെ, ബോത്ത് ഓഫ് ദം ആർ ഹാവിംഗ് സെയിം ഡയമെൻഷൻ.
അടുത്ത ക്വാണ്ടിറ്റി നോക്കിയാലോ, എഴുതിക്കോളൂ. ആക്സിലറേഷൻ. സ്ക്രീനിൽ നോക്കി എഴുതണം. ആക്സിലറേഷൻ, ത്വരണം എന്നാണ് നിങ്ങൾ മലയാളത്തിൽ പറഞ്ഞിട്ടുണ്ടാവുക. ആക്സിലറേഷന്റെ ഇക്വേഷൻ എന്താ? അതിന്റെ ഡെഫിനിഷൻ തന്നെ അങ്ങനെയാണ്. ആക്സിലറേഷൻ ഈക്വൽസ് വെലോസിറ്റി ബൈ ടൈം. സിംപ്ലിഫൈ ചെയ്യൂ. വെലോസിറ്റിക്ക് പകരം അതിന്റെ ഡയമെൻഷൻസ് കൊടുത്ത് ഇപ്പൊ തൊട്ട് മുമ്പിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വെലോസിറ്റിയുടെ ഡയമെൻഷൻ എന്തായിരുന്നു? L(t)⁻⁻1. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സോ L(t)⁻⁻1 ഡിവൈഡഡ് ബൈ t. ആ ഡിനോമിനേറ്ററിലെ ടിയും കൂടി ന്യൂമറേറ്ററിലേക്ക് മാറ്റി എഴുതും. L(t)⁻⁻1 into again t⁻⁻1. So you will get L(t)⁻². So we can say dimensions of acceleration is L(t)⁻². ഡയമെൻഷൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ ആദ്യം ഉണ്ടായിരുന്ന ആ ബുദ്ധിമുട്ട് മാറിയിട്ടുണ്ടാവുമല്ലോ. ഇനി അല്പം കൂടി സ്പീഡിൽ നമുക്ക് പുതിയ പുതിയ ക്വാണ്ടിറ്റീസിന്റെ ഡയമെൻഷണൽ ഫോർമുല ഫോം ചെയ്യാം. നെക്സ്റ്റ് ക്വാണ്ടിറ്റി ഫോഴ്സ്, ബലം. ഫോഴ്സിന്റെ ഇക്വേഷൻ വെച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ വളരെ ചെറിയ ക്ലാസ്സിലെ പഠിക്കുന്ന ഇക്വേഷൻ ആണ് F=ma. സോ ഫോഴ്സ് ഈക്വൽസ് മാസ് ഇൻടു ആക്സിലറേഷൻ. ചെയ്തോളൂ, ബാക്കി ചെയ്തോളൂ. ആക്സിലറേഷൻ ഡയമെൻഷൻ നമ്മൾ ഇപ്പോൾ കാൽക്കുലേറ്റ് ചെയ്തു. L(t)⁻². So dimensions of force is m into L(t)⁻². It becomes mL(t)⁻². This is the dimensional formula of force. ഇതുമായി ഫോഴ്സുമായി ലിങ്ക് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് അടുത്ത ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യാം. വർക്ക്. എഴുതൂ. വർക്ക്, പ്രവൃത്തി എന്ന പേരിലായിരിക്കും നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളത്. വർക്ക്. എന്തായിരുന്നു വർക്കിന്റെ ഇക്വേഷൻ? ഓർക്കുന്നുണ്ടോ? വർക്ക് ഈക്വൽസ് ഫോഴ്സ് ഇൻടു ഡിസ്പ്ലേസ്മെന്റ്. ഈ ഇക്വേഷൻ അറിയാത്തവർക്ക് ഒരു പ്രശ്നവുമില്ല. നമ്മളിപ്പോൾ ഇക്വേഷൻ പറഞ്ഞു തരും. നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്കൊരു ഇക്വേഷൻ കിട്ടിയാൽ ആ ഇക്വേഷനിൽ നിന്നും അതിന്റെ ഡയമെൻഷൻസ് കണ്ടെത്താൻ മാത്രമാണ്. അല്ലാതെ നമ്മൾ ഈ പറയുന്ന ഇക്വേഷൻസ് ഒക്കെ ബൈഹാർട്ട് ചെയ്ത് വയ്ക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. സോ വർക്ക് ഈക്വൽസ് ഫോഴ്സ് ഇൻടു ഡിസ്പ്ലേസ്മെന്റ്. ഡയമെൻഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കൂ. ഫോഴ്സിന്റെ ഡയമെൻഷൻ തൊട്ട് മുകളിൽ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചു. mL(t)⁻² ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. ഡിസ്പ്ലേസ്മെന്റും ഒരു ലെങ്ത് തന്നെയാണല്ലോ. സോ ഇറ്റ് ബിക്കംസ് mL(t)⁻² ഇൻറ്റു L. സോ ഡയമെൻഷൻസ് ഓഫ് വർക്ക് ഈസ് mL²t⁻². ഓക്കെ, അടുത്ത ക്വാണ്ടിറ്റിയിലേക്ക് പോവാം. പവർ. ഇക്വേഷൻ ഞാൻ തരാം. പവർ ഈക്വൽസ് വർക്ക് ബൈ ടൈം. ബാക്കി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമല്ലോ. വർക്കിന്റെ ഡയമെൻഷൻ നിങ്ങൾ ഇപ്പോ കാൽക്കുലേറ്റ് ചെയ്തു. ആ കിട്ടിയ ഡയമെൻഷൻ ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്നിട്ട് പവറിന്റെ ഡയമെൻഷൻ കാൽക്കുലേറ്റ് ചെയ്യുക. എന്താ ആൻസർ വരുന്നു നോക്കൂ, പെട്ടെന്ന് നോക്കി. നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ആൻസർ mL²t⁻³ എന്നായിരിക്കും. ഇതാണ് പവറിന്റെ ഡയമെൻഷൻ. അടുത്ത ക്വാണ്ടിറ്റി, അടുത്ത വളരെ പരിചയമുള്ള സിമ്പിൾ ആയ ഒരു ക്വാണ്ടിറ്റി, മൊമെന്റം. മൊമെന്റം ഇക്വേഷൻ എന്താണ്? മാസ് ഇൻറ്റു വെലോസിറ്റി. മാസ് ഇൻറ്റു വെലോസിറ്റി. രണ്ടിന്റെയും ഡയമെൻഷൻസ് നമുക്കറിയാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ആൻസർ എന്താ കിട്ടിയത്? mL(t)⁻1 മൊമെന്റം. നെക്സ്റ്റ് ആംഗുലാർ മൊമെന്റം. നിങ്ങൾ പഠിച്ചിട്ടില്ലാത്ത ക്വാണ്ടിറ്റിയാണ് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ആംഗുലാർ മൊമെന്റത്തിന്റെ ഇക്വേഷൻ എഴുതിക്കോളൂ. ആംഗുലാർ മൊമെന്റം ഈക്വൽസ് മൊമെന്റം ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ആംഗുലാർ മൊമെന്റം, മൊമെന്റം ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഡയമെൻഷൻസ് എഴുതി നോക്കൂ. നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ mL²t⁻⁻1 എന്നായിരിക്കും. അടുത്ത ക്വാണ്ടിറ്റി എഴുതി, ഇമ്പൾസ്. ആവേഗം എന്നാണ് നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടാവുക. ഇമ്പൾസ്. ഇമ്പൾസ് ഈക്വൽസ് ഫോഴ്സ് ഇൻറ്റു ടൈം. ഫോഴ്സ് ഇൻറ്റു ടൈം. ഇതാണ് ഇമ്പൾസ്. ഫോഴ്സിന്റെ ഡയമെൻഷൻ അറിയാം. mL
t raised to minus 2 into t. So it becomes ml t raised to minus 1. Next one, pressure. Equation for the pressure is force by area. Dimensions substitute ചെയ്തിട്ട് പ്രഷറിന്റെ ഡയമെൻഷൻസ് പറയും, പെട്ടെന്ന് പറയും. ഫോഴ്സ് ml t raised to minus 2 divided by area L square. So the answer becomes m L raised to minus 1 t raised to minus 2. Next quantity, angle. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആംഗിളിന്റെ ഒരു ഇക്വേഷൻ കണ്ടിരുന്നു. ആംഗിൾ ഈക്വൽസ് ആർക്ക് ഡിവൈഡഡ് ബൈ റേഡിയസ്. ആർക്ക് മീൻസ് ലെങ്ത് ഓഫ് ദി ആർക്ക്. റേഡിയസ് എന്ന് പറയുന്നതും ഒരു ലെങ്ത് ആണ്. അപ്പൊ ആർക്ക് ബൈ റേഡിയസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ലെങ്ത് ഡിവൈഡഡ് ബൈ ലെങ്ത്. സോ ഡയമെൻഷൻസ് ഓഫ് ആംഗിൾ ഈസ് എൽ ബൈ എൽ മീൻസ് 1 മീൻസ് ഡയമെൻഷൻലെസ്. Next quantity, angular velocity. Angular velocity. Equation for angular velocity is angular velocity equals angle divided by time. ആംഗിളിന് പകരം ഡയമെൻഷൻസ് എന്താ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നത്? നമുക്കറിയാം ആംഗിളിന്റെ ഡയമെൻഷൻ ഇല്ല, അതുകൊണ്ട് 0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യരുത്, പകരം 1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. m raised to 0, l raised to 0, t raised to 0 എന്നാണ്, അത് 1 ആണ്. സോ ഇറ്റ് ഈസ് 1 by t or t raised to minus 1. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ആംഗുലാർ ആക്സിലറേഷൻ? ആംഗുലാർ ആക്സിലറേഷൻ ഈക്വൽസ് ആംഗുലാർ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം. സിംപ്ലിഫൈ ചെയ്തിട്ട് ആൻസർ പറഞ്ഞു. അതെ, t raised to minus 2. നെക്സ്റ്റ് ക്വാണ്ടിറ്റി ഈസ് എനർജി. എനർജിയുടെ ഡയമെൻഷൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ എനർജിയുടെ ഈക്വേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഫെമിലിയർ ആണ്. എനർജി ഈക്വൽസ് ഹാഫ് mv സ്ക്വയർ. റൈറ്റ് സൈഡിലെ ഡയമെൻഷൻസ് എടുത്താൽ മതി, ഹാഫ് mv സ്ക്വയർ എന്നാണ്. ആദ്യത്തെ ടേം നോക്കി, ഹാഫ്. ഈ ഹാഫ് എന്ന് പറയുന്ന ടേമിന് മാസോ ലെങ്തോ ടൈമോ ഒന്നുമുള്ള ക്വാണ്ടിറ്റി അല്ല. സോ ഹാഫ് എന്ന് പറയുന്ന ടേം മാറ്റി വെക്കുക, ബാക്കി mv സ്ക്വയർ എന്ന് എടുത്തിട്ട് സിംപ്ലിഫൈ ചെയ്യുക. മാസ് ഇൻറ്റു വെലോസിറ്റി സ്ക്വയർ. സോ ഡയമെൻഷൻസ് എങ്ങനെയായിരിക്കും വരിക? m ഇൻറ്റു L t raised to minus 1 the whole square. അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് m L square t raised to minus 2 എന്നാണ്. ഓക്കെ, കിട്ടിയില്ലേ? എനർജിക്ക് വേറൊരു ഇക്വേഷൻ കൂടെ നിങ്ങൾക്ക് ഫെമിലിയർ ആയ ഇക്വേഷൻ ഉണ്ടല്ലോ, എനർജി ഈക്വൽസ് mgh. നിങ്ങൾ ആ ഇക്വേഷൻ വെച്ചിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, ഇതേ ആൻസർ തന്നെയാണോ നിങ്ങൾക്ക് കിട്ടുന്നത് എന്ന് പിന്നെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത ക്വാണ്ടിറ്റി എഫിഷ്യൻസി. എഫിഷ്യൻസി എന്നത് എല്ലായ്പ്പോഴും ഔട്ട്പുട്ടും ഇൻപുട്ടും തമ്മിലുള്ള റേഷ്യോ ആണ്. സോ എഫിഷ്യൻസി ഞാൻ ഇങ്ങനെ എഴുതുന്നു, ഔട്ട്പുട്ട് എനർജി ഡിവൈഡഡ് ബൈ ഇൻപുട്ട് എനർജി. ആ ഇക്വേഷൻ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അതിന്റെ ഡയമെൻഷൻസിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടും. ഔട്ട്പുട്ട് എനർജി ബൈ ഇൻപുട്ട് എനർജി. ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും നിങ്ങൾക്ക് എനർജിയാണുള്ളത്. എനർജിയുടെ ഡയമെൻഷൻസ് ക്യാൻസൽ ചെയ്യും ആൻഡ് യു വിൽ ഗെറ്റ് ദി ആൻസർ ആസ് എഫിഷ്യൻസി ഓൾസോ ഈസ് ഡയമെൻഷൻലെസ്. നെക്സ്റ്റ് ഇസ് ടോർക്ക്. നിങ്ങൾ അധികം കേട്ടിട്ടില്ലാത്ത ഒരു ടേം ആണ് ടോർക്ക്. ഞാൻ ടോർക്കിന്റെ ഇക്വേഷൻ തരാം, ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ബാക്കി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഈ ഇക്വേഷനിലേക്ക് ഫോഴ്സിന്റെയും ഡിസ്റ്റൻസിന്റെയും ഡയമെൻഷൻസ് അപ്ലൈ ചെയ്തിട്ട് ടോർക്കിന്റെ ഡയമെൻഷണൽ ഫോർമുല ഫോം ചെയ്യിക്കും. അപ്പൊ ഇത്രയും ചെയ്തതിൽ നിന്നും ഒരു ഇക്വേഷൻ കിട്ടിയാൽ ആ ഇക്വേഷനിൽ നിന്നും ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷണൽ ഫോർമുല എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്നൊരു ഐഡിയ എല്ലാവർക്കും ആയിട്ടുണ്ടാവുമല്ലോ. ഇനി ഫിസിക്കൽ ക്വാണ്ടിറ്റീസും അതിന്റെ ഇക്വേഷൻസും പറയാം. ആ ഇക്വേഷൻസ് ഉപയോഗിച്ചുകൊണ്ട് ആ പെർട്ടിക്കുലർ ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷൻസ് ഒന്ന് കണ്ടുപിടിക്കാൻ നിങ്ങൾ ശ്രമിക്കുക. ഞാൻ ക്വാണ്ടിറ്റിയും ഇക്വേഷനും മാത്രം പറഞ്ഞു പോകാം, എന്നോടൊപ്പം നിങ്ങൾ അതൊന്ന് എഴുതി വെക്കുക. അതിനുശേഷം പിന്നെ അത് ചെയ്തു നോക്കുക. മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഇക്വേഷൻ, mass into square of distance. Next, stress. Equation for stress is force by area. ബാക്കി ഞാൻ പറയുന്നില്ല.
ഫോഴ്സിന്റെയും ഏരിയയുടെയും ഡയമെൻഷൻസ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് സ്ട്രെസ്സിന്റെ ഡയമെൻഷൻ കാൽക്കുലേറ്റ് ചെയ്യാം. Okay. നെക്സ്റ്റ് സ്ട്രെയിൻ. Strain. നമ്മുടെ ഓർഡിനറി ലാംഗ്വേജിൽ സ്ട്രെസ്സും സ്ട്രെയിനും നമ്മൾ ഒരേ അർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ടെങ്കിലും ഫിസിക്സിൽ സ്ട്രെസ്സും സ്ട്രെയിനും തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. സ്ട്രെയിൻ മീൻസ് ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത്. Changing in length. എന്തായിരിക്കും സ്ട്രെയിനിന്റെ ഡയമെൻഷൻ എന്ന് ഇതിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യും. നെക്സ്റ്റ് ക്വാണ്ടിറ്റി മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. Modulus of ഇതാണ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയുടെ റിലേഷൻ, സ്ട്രെസ് ഡിവൈഡഡ് ബൈ സ്ട്രെയിൻ. നെക്സ്റ്റ് ഇസ് ഫ്രീക്വൻസി. ആവൃത്തി, ഫ്രീക്വൻസി. frequency. ഈ ഇക്വേഷൻ ഉപയോഗിച്ചോളൂ. വെലോസിറ്റി ഈക്വൽസ് ഫ്രീക്വൻസി ഇൻ ടു വേവ് ലെങ്ത്. വി ഈക്വൽസ് എഫ് ലാംഡ. വളരെ ചെറിയ ക്ലാസ്സിൽ നിങ്ങൾ പഠിക്കുന്ന ഇക്വേഷൻ ആണ്. ഇതിൽ നിന്നും ഫ്രീക്വൻസിയുടെ ഡയമെൻഷൻസ് ഫോം ചെയ്യും. നെക്സ്റ്റ് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്. Planck's constant. ഇ ഈക്വൽസ് എച്ച് ന്യൂ എന്നൊരു ഇക്വേഷൻ ഉണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് വരുന്ന ചാപ്റ്ററുകളിൽ കാണാം. ഇപ്പോൾ തൽക്കാലം നിങ്ങൾ ഓർക്കുക, ഇ ഈക്വൽസ് എച്ച് ന്യൂ. ഇ ഈസ് എനർജി, എച്ച് ഈസ് എ കോൺസ്റ്റന്റ്. ആ കോൺസ്റ്റന്റിന്റെ പേരാണ് ഈ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്. ന്യൂ ഫ്രീക്വൻസി. ഈ ഇക്വേഷനിൽ നിന്നും എച്ച് എന്ന ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷൻസ് ഡിറ്റർമിൻ ചെയ്യും. നെക്സ്റ്റ് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്. ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ അറിയാലോ. ഇക്വേഷൻ ഫോർ ദ ഫോഴ്സ് ഈസ് എഫ് ഈക്വൽസ് ജി ഇൻറ്റു m1 m2 ബൈ ആർ സ്ക്വയർ. ഇതൊന്ന് റീഅറേഞ്ച് ചെയ്താൽ യു വിൽ ഗെറ്റ് ജി ഈക്വൽസ് എഫ് ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ m1 m2. ഇതിലേക്ക് ഡയമെൻഷൻസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റിന്റെ ഡയമെൻഷണൽ ഫോർമുല ഡിറ്റർമിൻ ചെയ്യും. നെക്സ്റ്റ് ഈസ് ഗ്രാവിറ്റേഷണൽ ഇന്റൻസിറ്റി. ഇക്വേഷൻ ഫോഴ്സ് ഡിവൈഡഡ് ബൈ മാസ്. നെക്സ്റ്റ് ഈസ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ. Gravitational potential. Equation is energy divided by mass. Energy divided mass. കഴിഞ്ഞില്ലേ? Control. അടുത്തത് സർഫസ് ടെൻഷൻ. പ്രതലബലം, സർഫസ് ടെൻഷൻ. Equation is force divided by length. Surface tension. Next, surface energy. Surface energy equals energy divided by area. Next, coefficient of viscosity. അതിന് ഞാനൊരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. എഫ് ഈക്വൽസ് ഈറ്റ എ ഡി വി ബൈ ഡി എക്സ്. എഫ് എന്നത് ഫോഴ്സ് ആണ്, ഈറ്റയാണ് കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി, എ ഏരിയ, ഡി വി വെലോസിറ്റി, ഡി എക്സ് ഡിസ്റ്റൻസ്. ഇത്രയും അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഈറ്റയുടെ ഡയമെൻഷൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അടുത്തത് ഫോഴ്സ് കോൺസ്റ്റന്റ്. Force constant equals force divided by elongation or force by extension. Next, energy density. Energy density. Equation energy by volume. Energy by volume. Next is refractive index. Refractive index in the equation നോക്കൂ. Velocity of light in vacuum by velocity of light in medium. ബാക്കി ചെയ്ത് നോക്കുക. ട്രിഗണോമെട്രിക് റേഷ്യോ, സൈൻ കോസ് ടാൻ എന്നൊക്കെയുള്ള ട്രിഗണോമെട്രിക് റേഷ്യോ, ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല, നിങ്ങൾ തന്നെ ഒന്ന് ശ്രമിച്ചു നോക്കൂ ട്രിഗണോമെട്രിക് റേഷ്യോയുടെ ഡയമെൻഷൻസ് എന്തായിരിക്കുമെന്ന്. നെക്സ്റ്റ് ലേറ്റന്റ് ഹീറ്റ്. Latent heat. Latent heat. Equation heat energy divided by mass. Energy divided by mass. ഇത്രയും സമയം നമ്മൾ ചെയ്തത് മാസ്, ലെങ്ത്, ടൈം എന്ന 3 ബേസ് ക്വാണ്ടിറ്റീസ് മാത്രം ഉപയോഗിച്ചിട്ടാണ്. ഇനി നമുക്ക് ടെമ്പറേച്ചർ കൂടി ഉൾപ്പെട്ട 1-2 ക്വാണ്ടിറ്റീസ് കൂടി ചെയ്യാം. എഴുതൂ. സ്പെസിഫിക് ഹീറ്റ്. സ്പെസിഫിക് ഹീറ്റ്. ഇക്വേഷൻ
ഹീറ്റ് എനർജി ബൈ മാസ് ഇൻടു ടെമ്പറേച്ചർ. ഇതിന്റെ ഫൈനൽ ഇക്വേഷൻ നിങ്ങൾക്ക് കിട്ടുന്നത് L² T⁻², K⁻⁻1 എന്നായിരിക്കും. ഇവിടെ ഒരു K എന്ന ടേം കൂടി ഉണ്ടാവും. നമ്മൾ ഈ പറഞ്ഞ ഇത്രയും ക്വാണ്ടിറ്റീസിന്റെ കൂടി ഡയമെൻഷൻസ് നിങ്ങൾ കണ്ടെത്തിയിട്ട് അപ്പോൾ ഏതെങ്കിലും ക്വാണ്ടിറ്റീസിന്റെ ഡയമെൻഷൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുവെങ്കിൽ സ്കൂളിലെ ടീച്ചറുമായിട്ട് വിളിച്ച് അത് ഡിസ്കസ് ചെയ്യണം. ഈ എല്ലാ ക്വാണ്ടിറ്റിയുടെയും ഡയമെൻഷൻസ് കണ്ടെത്താൻ ശ്രമിക്കുക. എന്നിട്ട് നിങ്ങൾ ഒരു വർക്ക് കൂടി ഇതിൻ്റെയോടൊപ്പം ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഈ ചെയ്ത് കിട്ടുന്ന ഡയമെൻഷൻസിൽ ML⁻⁻1 എന്നൊരു ഡയമെൻഷൻ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കൂ. ഒന്നിലധികം ക്വാണ്ടിറ്റീസിനുണ്ടെന്ന് കാണാം. അത് മൊമെന്റത്തിനുണ്ട്, ഇമ്പൾസിനുണ്ട്. അപ്പൊ സെയിം ഡയമെൻഷൻസ് വരുന്ന ക്വാണ്ടിറ്റീസ് എല്ലാം കൂടി ഒരുമിച്ച് എഴുതുക. ആദ്യം ML⁻⁻1 എന്ന് എഴുതിയിട്ട് അതിന് താഴെ ഏതൊക്കെ ക്വാണ്ടിറ്റീസിനാണോ ഇതേ ഡയമെൻഷൻസ് ഉള്ളത് അതിനെ ഒന്ന് ഗ്രൂപ്പ് ചെയ്യുക. അതുപോലെ നോക്കുക വേറെ ഏതൊക്കെ ക്വാണ്ടിറ്റീസിന് സെയിം ഡയമെൻഷൻസ് വരും. അങ്ങനെ സെയിം ഡയമെൻഷൻസ് ഉള്ള എല്ലാ ക്വാണ്ടിറ്റീസിനെയും കൂടി ഗ്രൂപ്പ് ചെയ്തിട്ട് ആ ആൻസർ കൂടി നിങ്ങളുടെ സ്കൂളിലെ ഫിസിക്സ് പഠിപ്പിക്കുന്ന സാറിന് സബ്മിറ്റ് ചെയ്യണം. ഫിസിക്സിൽ